പാചകവാതക വില വർധനവിനെതിരെ ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും അടച്ചിട്ട് പ്രതിഷേധിച്ചു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. പാചകവാതക വിലവർധനവിൽ പ്രതിഷേധിച്ച് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ആഹ്വാനം ചെയ്ത ഹോട്ടൽ സമരം കാസർഗോഡ് ജില്ലയിലും പൂർണ്ണം. ഹോട്ടലുകളും കൂൾബാറുകളും അടച്ചിട്ടതിനെ തുടർന്ന് ജനങ്ങൾ വലഞ്ഞു. കൂടുതൽ ആളുകൾ ആശുപത്രി ക്യാൻറ്റീനുകളെയാണ് ആശ്രയിച്ചത്. സമരത്തിന് അനുഭാവം പ്രകടിപ്പിച്ച് കാസർഗോഡ് നഗരത്തിൽ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പ്രകടനം നടത്തി. കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് നടന്ന പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. ക്ലിയർ എത്ര ജില്ലാ പ്രസിഡന്റ് കെ രഘുവീർ പൈ, സെക്രട്ടറി ബിജു ചുള്ളിക്കര, നാരായണ റൈ, ശ്രീധര ഉപ്പള, പ്രകാശൻ, കെ അജേഷ് നുള്ളിപ്പാടി, മുഹമ്മദ് ഗസാലി, രാജൻ കളക്കര തുടങ്ങിയവർ നേതൃത്വം നൽകി. പൊതുയോഗം സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ അച്യുതൻ നവരത്ന ഉദ്ഘാടനം ചെയ്തു. ഇതാണ് സംഭവിച്ചത്. ഇത് ഇനിയിപ്പോൾ വരാൻ പോകുന്ന ഒന്നല്ല, ഇതിൻ്റെ അപ്പുറം വരാൻ പോകുന്ന ഇതിപ്പോൾ പെട്രോളിനും ഡീസലിനും കൂട്ടാ. അപ്പോൾ ഇതിലപ്പുറമായിരിക്കും സാധനങ്ങൾ കൊണ്ടുവരുന്ന ഓട്ടോറിക്ഷയായാലും മറ്റു വാഹനങ്ങളായാലും വാനായാലും എന്തിനും കൂടിക്കൂടിയിട്ട് വരിക. വീടിയൊന്നും നിൽക്കില്ല. ഇപ്പോൾ ഇത് കൂടിയതിൻ്റെ അന്ന് രാത്രി തന്നെ പല ചാനലുകളും പറയുന്നത് ഞാൻ വരാൻ പോകുന്നതെന്ന് കുറച്ചും കൂടി കൂടിയിട്ടുണ്ട്. ഇത് നടത്തേണ്ട സമ്പന്നർക്ക് മാത്രം 5 സ്റ്റാറും 7 സ്റ്റാറും ഹോട്ടലുകൾ മാത്രം നടത്തിയാൽ മതി എന്നാണോ ഗവൺമെൻറ്റിൻ്റെ വിചാരം? എണ്ണ കമ്പനീൻ്റെയും അവർക്കിപ്പോൾ പറഞ്ഞാൽ ഇപ്പോൾ 5000 റുപ്യാലും എടുത്തിട്ട് കച്ചവടം ചെയ്യാൻ കഴിയും. ഇവിടെ 5 റുപ്യയും 12 റുപ്യയും 14 റുപ്യയും വെച്ചിട്ടുള്ള ചായയും കടികൾക്ക് കൊടുക്കുന്ന ഒരു സാധാരണക്കാരൻ ഹോട്ടലുകാരൻ എങ്ങനെയാണ് മുന്നോട്ട് പോവുക? ഇത് എന്തൊരു നീതിയാണ്, ഇതെന്തൊരു ന്യായമാണ്? ഈ വെയിലത്ത് നടത്തിയ എന്തിനു വേണ്ടിയിട്ടാണ് ഈ രാഷ്ട്രീയ പാർട്ടിയല്ല നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റും അതേപോലെ എന്ന് പറഞ്ഞാൽ നമ്മൾ എണ്ണക്കാലത്തേക്കാരും എന്തിനു വേണ്ടിയിട്ട് ഈ ഹോട്ടലുകാരെന്ന് പറഞ്ഞാൽ ഒരു 3 മാസം 5 മാസമാണ് നമ്മളെക്കാരൻ ഏതാണ്ട് നേരെ ഡബിളായി. ജില്ലാ പ്രസിഡന്റ് രഘുവീർ പൈ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി സത്യൻ ഇരിയണ്ണി സ്വാഗതം പറഞ്ഞു. ജില്ലാ സെക്രട്ടറി ബിജു ചുള്ളിക്കര മുഖ്യ പ്രഭാഷണം നടത്തി. സംസ്ഥാന സെക്രട്ടറി നാരായണ പൂജാരി, ജില്ലാ ഉപദേശക സമിതി ചെയർമാൻ അബ്ദുല്ല താജ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് അസീസ് എ, വ്യാപാരി വ്യവസായി സമിതി ജില്ലാ സെക്രട്ടറി ശോഭാ ബാലൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.